ഹലോ ഗൈസ്, അപ്പോൾ ദിസ് ഇസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വ്ളോഗ് ഓഫ് ചിഞ്ചുവിൻ്റെ വെഡ്ഡിങ് സീരീസ്. അപ്പോൾ ഇന്ന് അവർ നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് വരുന്ന ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസമല്ല, അതിൻ്റെ പിറ്റേ ദിവസമാണ് അവർ നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു, അടുത്തുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാമൻ, വല്യച്ഛൻ, ചെറിയച്ഛന്, കസിൻസ്, അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കവിടെ അങ്ങനെ വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റേജ് അവർ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ അയച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. വല്യച്ഛനാണ് അവിടെ എല്ലാം തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വര, ഞാൻ വീഡിയോ എടുക്കുന്നത് മനസ്സിലായി ഉണ്ടാവല്ലേ. പിന്നെ വെപ്പിൻ്റെ സ്ഥലത്ത് ഭക്ഷണം വയ്ക്കുന്നിടത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇതേ കയ്യിലെ കവറും പിടിച്ച് നിൽക്കുന്നതാണ് നിഷാദേട്ടൻ. നിഷാദേട്ടൻ നമ്മളെ തനുട്ടീൻ്റെ അച്ഛനാണ് കേട്ടോ. നിഷാദേട്ടനാണ് നമ്മുടെ കല്യാണത്തിൻ്റെ തലേന്നും പിറ്റേന്നും വിരുന്നിനും ഒക്കെ ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല അഭിപ്രായം പറഞ്ഞു. എൻ്റെ കല്യാണത്തിനും നിഷാദേട്ടനായിരുന്നു ഭക്ഷണം ഉണ്ടാക്കി തന്നത്. പിന്നെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. പിന്നെ അമ്മയും മേമയന്മാരും ഒക്കെ കൂടെ ഈ ആരതി ഒഴിയാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വല്യച്ഛൻ എന്തോ തള്ളി മറിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇരുന്നിട്ട് എന്തോ കഥയൊക്കെ പറയാം വല്യച്ഛനും മാമനും. പിന്നെ വിലാസിനടുത്തേയും കൂടെ കഥ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനും അതിൽ കൂടി, കഥ പറയാനല്ല, കഥ കേൾക്കാൻ കൂടി. പിന്നെ നമ്മുടെ ചെറിയ കണ്ണനും വലിയ കണ്ണനും കൂടെ ഓരോ പണിയിലാണ് കേട്ടോ. അത് വെൽക്കം ഡ്രിങ്ക് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പിസ്ത വെള്ളമില്ലേ, അതായിരുന്നു ഉണ്ടോ വെൽക്കം ഡ്രിങ്ക് ആയിട്ടുണ്ടായിരുന്നത്. കണ്ണൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്തോളും. അപ്പം നമ്മുടെ ചിഞ്ചുവും ആദർശും ഫാമിലി എല്ലാവരും കൂടെ വരുന്നുണ്ട്. അപ്പം നമ്മളവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ചിഞ്ചുവിനെ കണ്ടപ്പോൾ പിന്നെ കണ്ണൻ വേഗം ഓടിപ്പോയി കേട്ടോ. കല്യാണം കഴിഞ്ഞ് അന്ന് അവന് വലിയ മൈൻഡൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും വലിയ മൈൻഡൊന്നും വെക്കലുണ്ടാവില്ല എന്ന്. പക്ഷേ ചിഞ്ചുവിനെ കണ്ടപ്പോൾ തന്നെ വേഗം അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വിരുന്ന് എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ശരിക്കും കല്യാണത്തിൻ്റെ അന്ന് ഒരാളെ കണ്ട് മര്യാദയ്ക്കൊന്ന് സംസാരിക്കാനുള്ളതോ പരിചയപ്പെടാനുള്ളതോ ഉള്ള ടൈം നമുക്ക് കിട്ടാറില്ലല്ലോ. എല്ലാവരും എന്തെങ്കിലും തിരക്കിലായിരിക്കുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ വിരുന്ന് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് അന്ന് എല്ലാവരെയും കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്ന് പരിചയപ്പെടാൻ കിട്ടുന്നൊരു ടൈമാണല്ലോ. ആരതിയൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അവരകത്തേക്ക് സ്വീകരിക്കുകയാണ് കേട്ടോ. നമ്മൾ കണ്ണനാണ് ഇപ്പോൾ എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്നത്. അവളെ അകത്തോട്ട് പിടിച്ച് കൊണ്ടുപോയി അവിടെ ഇരുത്തി നമ്മൾ പാലും പഴവും കൊടുക്കണമല്ലോ. അതിനിടയ്ക്ക് അവൻ്റെ ബോട്ടിലെ വെള്ളമൊക്കെ കൊടുത്തു. അതിനാണ് മെയിനായിട്ട് പിടിച്ച് വലിച്ചുകൊണ്ട് പോയത് കേട്ടോ. പിന്നെ നമ്മളെ ചടങ്ങ് ഈ പാലും പഴവും കൊടുക്കുന്നത്. പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങ് തുടങ്ങി. അമ്മ, ഞാൻ, മേമ, വല്യമ്മമാർ, പിന്നെ കസിൻസ് എല്ലാവരും. കണ്ണനെ കൊണ്ടൊന്ന് കൊടുപ്പിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ നിന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ കാര്യത്തിന് പോയി. കുറച്ച് നേരം കിട്ടിയിട്ടുള്ളൂ അവിടെ. ഞാൻ ആലോചിച്ചത് എന്താണെന്നറിയോ, എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വിരുന്ന് വന്ന സമയത്ത് ഇവന്മാരെ ഒന്നും ഈ വഴിക്ക് കണ്ടിട്ടില്ല. നമ്മൾ പാവം. കസിൻസിൻ്റെ കൂട്ടത്തിൽ അമ്മ മാത്രമേ ഇത് കൊടുക്കാത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി അമ്മ കൊടുത്തോന്നും ഓർമ്മയില്ല. ഞാനേതായാലും കൊടുക്കാം, ചേച്ചിയല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി എന്ന് വെച്ചാൽ മെയിൻ പരിപാടി ഫുഡ് കഴിക്കൽ തന്നെയായിരുന്നു. ബിരിയാണി ആയിരുന്നു കേട്ടോ ഭക്ഷണം ഉണ്ടായിരുന്നത്. ഈ കല്യാണത്തിൻ്റെ തിരക്ക് തുടങ്ങിയത് കണ്ണൻ മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്ന് ചിഞ്ചുവിൻ്റെ കൂടെ ഇരുന്ന് കുറച്ചൊക്കെ വാരി കഴിച്ചു എന്ന് പറഞ്ഞു അവൾ. പിന്നെ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ ഏകദേശം പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അവർ പോകാൻ ഇറങ്ങുകയാണ്. So guys, we are wrapping up this wedding series. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.